അമേരിക്കൻ സംസ്ഥാനമായ ഹവായിയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്ന് ജനജീവിതം ദുസ്സഹമാകുന്നു. 20 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ പ്രളയമാണ് സംസ്ഥാനം നേരിടുന്നത്. ഏകദേശം 8,300 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രളയക്കെടുതിയിൽ കുടുങ്ങിയ 230ഓളം പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് ദുരിതബാധിത മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നത്. ഏകദേശം 5,500 പേരോട് വീടൊഴിയുവാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വടക്കൻ ഒഹാവുവിലെ പല ഭാഗങ്ങളും ചെളി നിറഞ്ഞ വെള്ളത്തിനടിയിലാണ്. ഹവായ് ഗവർണർ ജോഷ് ഗ്രീൻ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഒഹാവുവിലെ 120 വർഷം പഴക്കമുള്ള വഹിയാവ അണക്കെട്ട് കവിഞ്ഞൊഴുകുവാൻ സാധ്യതയുള്ളത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അണക്കെട്ട് തകരുവാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സമീപവാസികളെ ഒഴിപ്പിച്ചു. എന്നാൽ നിലവിൽ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങിയത് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിലും നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥർ അണക്കെട്ടിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 2000-ലധികം വീടുകളിൽ ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വിമാനത്താവളങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയ്ക്കും കനത്ത കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട കോനാലോ എന്ന ശൈത്യകാല കൊടുങ്കാറ്റാണ് ഇത്രയും വലിയ മഴയ്ക്ക് കാരണമായത്. ഭൂമി ഇതിനകം തന്നെ വെള്ളത്തിൽ കുതിർന്നു നിൽക്കുന്നതിനാൽ ചെറിയ മഴ പോലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ വാഹനം ഓടിക്കരുതെന്നും നിർദ്ദേശമുണ്ട്.